വൈക്കം മണ്ഡലത്തിൽ ഇത്തവണ മികച്ച വിജയമുണ്ടാകുമെന്ന് UDF സ്ഥാനാർത്ഥി കെ ബിനിമോൻ. കെ അജിത്ത് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് UDFന് ഗുണകരമാകുമെന്നും കെ ബിനിമോൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സണ്ണി എം കവിക്കാടിന് സീറ്റ് ലഭിക്കാതിരുന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരുതലോടെയായിരുന്നു മറുപടി. വൈക്കം UDF സ്ഥാനാർത്ഥി കെ ബിനിമോനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വൈക്കം CPയെ സംബന്ധിച്ച് അവരുടെ ശക്തികേന്ദ്രമായ ഒരു സ്ഥലമാണ്. അവിടെ ഇത്തവണ മത്സരം എങ്ങനെയായിരിക്കും, പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. തീർച്ചയായും അതിശക്തമായ പോരാട്ടമാണ് അവിടെ നടക്കാൻ പോകുന്നത്. തീർച്ചയായും ഇത്തവണ UDF ഒരു ടീം UDF ആണ് പ്രവർത്തിക്കുന്നത്. കരുത്താർന്ന ഒരു സാംസ്കാരികവും പൈതൃകവുമുള്ള ഒരു വൈക്കത്ത് നാട് ജനിച്ചു വളർന്ന ആ നാട്ടുകാരോടൊപ്പം ജനിച്ച് വളർന്ന് പ്രവർത്തിച്ച് പൊതുപ്രവർത്തന രംഗത്തിലൂടെ വന്ന ഒരാളെന്ന നിലയിൽ ഒരു സാധാരണക്കാരനാണ്. ആ സാധാരണക്കാരുടെ മനസ്സാണ് എൻ്റെ വിശ്വാസം. എന്നെ ഒരിക്കലും തള്ളിക്കളയില്ല എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. അത് തീർച്ചയായും ഒരു പൊതുപ്രവർത്തകൻ്റെ അനിവാര്യതയാണ്. ഞാൻ അവരോടൊപ്പം നിന്നാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. എനിക്ക് കിട്ടിയ ചെറിയ ഒരു അവസരം എന്ന് പറയുന്നത് തലയാഴം ഗ്രാമപഞ്ചായത്ത് എൻ്റെ ജന്മനാടാണ്. ആ നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സമയത്ത് മുഴുവൻ സമയവും പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവർക്ക് വേണ്ട പരിഹാരങ്ങളുമായി മുമ്പോട്ട് പോയിട്ട് ഒരാളാണ്. തീർച്ചയായും അത് എൻ്റെ ഒരു വിജയ സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ നാട് എന്നെ കൈവിടില്ല. ഈ സണ്ണി എം കവിക്കാടിനെ അവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയും ഒരു ചർച്ചകൾ ഉൾപ്പെടെ നടക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിനെ തുടർന്ന് വിമർശനങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഏറ്റവും ബഹുമാന്യനായ ഒരു ചിന്തകനും എഴുത്തുകാരനുമൊക്കെ ആയ സണ്ണി കവിക്കാട് സാറിനെ പറ്റി പറയുവാൻ ഞാൻ ആളല്ല. അത് തീർച്ചയായും എനിക്ക് ലഭിച്ചത്, ഞാൻ ഏറ്റവും സാധാരണക്കാരനായ ഒരാളാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാളായിട്ട് ഒരു അഭിപ്രായം പറയുവാൻ ഞാൻ ഈ സാഹചര്യത്തിൽ മുതിരുന്നില്ല. തീർച്ചയായും സാധാരണക്കാർക്ക് വേണ്ടി ഏറ്റവും പിന്നോക്കക്കാരായിട്ടുള്ള മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തിനായി തീരെ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ. ഞാൻ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് പഠിച്ചത്. ആ സമയം മുതൽ എനിക്കറിയാം. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തെ ഒന്നും തള്ളിപ്പറയാനുള്ള ഒരാളായിട്ടില്ല ഞാൻ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സ്, അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പിന്തുണയും എനിക്കുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അജിത്ത് അവിടെ സ്ഥാനാർത്ഥിയാണ്. അത് നിങ്ങൾക്ക് ഗുണകരമാണോ? UDFന് എങ്ങനെയാണ് അതിനെ കാണുന്നത്? തീർച്ചയായും ശരിക്കും പറഞ്ഞാൽ CPIയുടെ മുൻ MLA ഇപ്പോഴത്തെ MLA ആയിട്ട് മത്സരിക്കുകയാണ്. തീർച്ചയായും ഒരു വലിയ അപകടം അതിനകത്ത് ഒളിയിരിപ്പുണ്ട്. CPIയിൽ നിലനിൽപ്പില്ലാതെ CPIയിലെ മുഴുവൻ നേതാക്കൾ, തലയാഴത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെ വൈക്കത്തിൻ്റെ CPI കോട്ട ഇളകി തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. തീർച്ചയായും അത് വലിയ ഒരു മാറ്റത്തിൻ്റെ അനിവാര്യതയാണ്. കോൺഗ്രസിൻ്റെ സമുന്നതരായ മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി ഇത്തവണ വൈക്കം പിടിക്കും എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. അതാണ് എൻ്റെ ആത്മവിശ്വാസം. ഏതാണെങ്കിലും പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. വൈക്കത്ത് ഇത്തവണ CPIയുടെ കോട്ട പൊളിച്ചുകൊണ്ട് വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതോടൊപ്പം തന്നെ സണ്ണി എം കവിക്കാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വിവാദങ്ങളിലേക്ക് പ്രതികരിക്കാനും അദ്ദേഹം തയ്യാറല്ല. ക്യാമറമാൻ ശ്രീകുമാറിനോടൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.